നമസ്കാരം. കുട്ടനാടിൽ നിന്ന് മനസാക്ഷി നൽകുന്ന ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. തന്നെ ജീവനതുല്യം സ്നേഹിച്ച് വളർത്തുന്നായ ഷിംപയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് മുന്നോട്ട് പോയ 65കാരി പാമ്പ് കടിയേറ്റ് മരിക്കുകയായിരുന്നു. പുളിങ്കുന്ന് കണ്ണാടി സ്വദേശി ഇന്ദ്രിയായിരുന്നു മൂർഖൻ പാമ്പിന്റെ കടിയേറ്റ് മരിച്ചത്. തന്നെ തടയാൻ ശ്രമിച്ച വളർത്തുനായെ ശാസിച്ച് മുന്നോട്ട് പോയ ഇന്ദ്രിയെ മരണം കവരുകയായിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരമാണ് നാടിനെ നടുക്കി ഈ ഒരു സംഭവം നടക്കുന്നത്. ചമ്പക്കുളത്തെ ആശുപത്രിയിൽ പോയി തിരികെ എത്തിയതാണ് ഇന്ദിര. വീടിന് പുറത്തെ ശൗചാലയത്തിലേക്ക് പോകാൻ ഇറങ്ങിയ ഇന്ദിരയെ വളർത്തുന്നായ ഷിംബ തടയുവാൻ പരമാവധി ശ്രമിച്ചു. അവിടെ പതിയിരുന്ന മൂർഖൻ പാമ്പിനെ കണ്ട നായ നിർത്താതെ കുരയ്ക്കുകയും ഇന്ദിരയുടെ സാരിൽ കടിച്ചു പിടിച്ച് പിന്നിലേക്ക് വലിക്കുകയും ചെയ്തു. എന്നാൽ നായ വെറുതെ കുരയ്ക്കുകയാണെന്ന് കരുതി ഷിംബയെ ശാസിച്ച് മുന്നോട്ട് പോയ ഇന്ദിരയെ കവുങ്ങിൻ ചുവട്ടിൽ വെച്ച് പാമ്പ് കൊത്തുകയായിരുന്നു. കടിയേറ്റ ഉടൻ അമ്മ അകത്തേക്ക് വന്നാണ് കാര്യം പറഞ്ഞത്. ആദ്യം അമ്മയുടെ തോന്നലാണെന്ന് കരുതി. മുറിവിൽ നിന്ന് രക്തം വരുന്നത് കണ്ടപ്പോഴാണ് ഗൗരവം മനസ്സിലായത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും അമ്മ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയായിരുന്നു. പക്ഷേ പെട്ടെന്നാണ് നില വഷളായതെന്നാണ് ഇന്ദിരയുടെ മകൾ രശ്മി വേദനയോടെ പറഞ്ഞത്. ലൈഫ് പദ്ധതിയിൽ നിർമ്മിച്ച പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ട് വെറും 7 മാസം മാത്രമേ ആയിട്ടുള്ളൂ. ഇന്ദിരയുടെ ഭർത്താവ് രഘു ജോലി സംബന്ധമായി കോന്നിയിലായിരുന്നു. മകളുടെ ഭർത്താവ് വിദേശത്താണ്. നേരത്തെ ഈ വീട്ടു പരിസരത്ത് വെച്ച് ഇവരുടെ വളർത്തുപൂച്ചയും പാമ്പ് കടിയേറ്റ് ചത്തിരുന്നു. വീടിന് സമീപം പാമ്പിനെ കണ്ട ദൃശ്യങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് ഇവർ മൊബൈലിൽ പകർത്തിയിരുന്നെങ്കിലും ഇത് ഇത്തരമൊരു ദുരന്തത്തിൽ കലാശിക്കുമെന്ന് ആരും കരുതിയില്ല. മിണ്ടാപ്രാണിയായ ഷിംബയുടെ നിലവിളി തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ദിര ഇന്നും ജീവനോടെ ഇരിക്കുമായിരുന്നു. വന്യജീവി ശല്യം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ വളർത്തുമൃഗങ്ങളുടെ പെരുമാറ്റത്തിലെ മാറ്റങ്ങളും ഗൗരവമായി കാണണമെന്ന വലിയൊരു പാഠം കൂടിയാണ് ഈ സംഭവം നൽകുന്നത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് കുട്ടനാട് വൈശ്യം ഭാഗം പുതുവന വീട്ടിൽ ഇന്ദിരയ്ക്ക് പാമ്പ് കടിയേൽക്കുന്നത്. വീടിനോട് ചേർന്നുള്ള ശുചിമുറിക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ദിരയ്ക്ക് മൂർഖൻ പാമ്പിന്റെ കടിയേൽക്കുകയായിരുന്നു. 15 മിനിറ്റിനുള്ളിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ആന്റിബയോട്ടിക് നൽകിയെങ്കിലും രക്ഷിക്കുവാൻ സാധിച്ചില്ല. തലേ ദിവസം വീടിന് സമീപം ഒരു പാമ്പിനെ കണ്ടിരുന്നതും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിരുന്നതായും മകൾ ഇന്ദിരയും പറയുന്നു. ഈ സമയം ഇന്ദിരയും ഒപ്പമുണ്ടായിരുന്നു. വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് ഡോക്ടറെ കാണാൻ പോയി തിരിച്ചെത്തിയ ശേഷമാണ് ഇന്ദിരയെ പാമ്പ് കടിച്ചിരിക്കുന്നത്. സൈക്കിളിൽ നിന്നും വീട് പരിക്കേറ്റ് വീട്ടിൽ വിശ്രമിക്കുന്ന മകനെ വീടിനകത്തെ ശുചിമുറിയിൽ കൊണ്ടുപോയ സമയത്താണ് ഇന്ദിര വീടിന് പുറത്തെ ശുചിമുറിയിലേക്ക് പോയത്. അവിടെ വെച്ച് പാമ്പ് കടിയേൽക്കുകയായിരുന്നു. പാമ്പ് കടിച്ച വിവരം ഈ വീടിനുള്ളിലേക്ക് കയറി വന്നുകൊണ്ട് ഇന്ദിര തന്നെ ദിവ്യയോട് പറയുകയായിരുന്നു. ഉടൻ സോപ്പ് ഉപയോഗിച്ച് കഴുകി കടിയേറ്റ ഭാഗത്തെ രക്തം ഞെക്കിക്കളഞ്ഞു. ഇന്ദിര പറഞ്ഞത് അനുസരിച്ച് കടിയേറ്റ ഭാഗത്തിന് മുകളിലായി കെട്ടുകയും ചെയ്തു. തുടർന്ന് സമീപവാസിയുടെ വാഹനത്തിൽ ആശുപത്രിയിലും കൊണ്ടുപോവുകയായിരുന്നു. വാഹനത്തിൽ വരുമ്പോഴും ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും ഇന്ദിരയ്ക്ക് കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു. ആശുപത്രിയിലെത്തി ഡോക്ടറുടെ പാമ്പ് കടിച്ച വിവരം പറഞ്ഞത് ഇന്ദിരയാണ്. ഉടൻ രക്തപരിശോധിക്കുവാൻ ഡോക്ടർ പറയുകയായിരുന്നു. കടിയേറ്റ് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നില വഷളായി. രക്തം പരിശോധിച്ച ഫലം വരുന്നതിന് മുൻപായി ഇന്ദിര കുഴഞ്ഞു. ശ്വാസം കിട്ടുന്നില്ല എന്ന് തന്നോട് പറഞ്ഞതായി ദിവ്യ പറയുന്നു. ഉടൻ ഓക്സിജൻ നൽകി തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയെങ്കിലും 9 മണിയോടെ മരണം സംഭവിച്ചു. ഡോക്ടർമാർ പരമാവധി പരിശ്രമിച്ചുവെങ്കിലും മരുന്നോട് പ്രതികരിച്ചില്ല എന്നും മകൾ ദിവ്യ പറയുന്നുണ്ട്. തന്റെ പ്രിയപ്പെട്ട യജമാനത്തിയുടെ ജീവൻ രക്ഷിക്കാൻ ഷിംബ എന്ന ആ നായ തന്നാലാകും വിധം തന്നെ പോരാടി. ആ സാരിത്തുമ്പിൽ തൂങ്ങി അവരെ പിന്നിലേക്ക് വലിക്കുമ്പോൾ ഒരു വലിയ ദുരിതത്തെ തടയാമെന്ന് അവൻ കരുതിയിരിക്കാം. പക്ഷേ ആ മുന്നറിയിപ്പ് തിരിച്ചറിയാൻ വൈകിപ്പോയത് ഇന്ദിരയുടെ ജീവൻ കവരുകയും ആ കുടുംബത്തെ തീരാ ദുഃഖത്തിൽ ആഴ്ത്തുകയും ചെയ്തു. വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെ അടയാളമായി ഷിംബ ഇന്നും ആ വീട്ടു പരിസരത്ത് കാവലുണ്ട്. ഇനി തിരിച്ചു വരാത്ത തന്റെ പ്രിയപ്പെട്ടവളെ കാത്ത്. കുട്ടനാട് പോലുള്ള ജലാശയങ്ങളാൽ ചുറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പാമ്പുകളുടെ ശല്യം രൂക്ഷമാണ് എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ദാരുണ സംഭവം. പാമ്പ് കടിയേറ്റ ഉടൻ വലിയ അസ്വസ്ഥതകൾ തോന്നിയില്ലെങ്കിലും ഒട്ടും വൈകാതെ വിദഗ്ധ ചികിത്സ തേടുക എന്നത് ജീവൻ രക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ്. ഒപ്പം മിണ്ടാപ്രാണികളായ വളർത്ത മൃഗങ്ങളിൽ കാണിക്കുന്ന അസ്വാഭാവികമായ പെരുമാറ്റങ്ങളെ ഒരു മുന്നറിയിപ്പായി കണ്ട് ജാഗ്രത പാലിക്കണമെന്നും ഈ ദുരന്തം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതിനിടെ പാമ്പ് കടിയേൽക്കുന്നവർക്ക് പ്രതിവിഷം നൽകിയാലും ചിലപ്പോൾ രക്ഷപ്പെടാനാകില്ല എന്ന് ഡോക്ടർമാർ പറയുന്നു. പ്രതിവിഷം ഫലിക്കാതെ വരുന്ന ഒട്ടേറെ കാരണങ്ങളും ഇവർ പറയുന്നുണ്ട്. കടിയേറ്റ ശേഷം ആശുപത്രിയിൽ എത്തിക്കുവാൻ വൈകുന്നതാണ് അതിൽ പ്രധാനം. കടിയേറ്റ് പരമാവധി വേഗത്തിൽ പ്രതിവിഷം നൽകിയില്ലെങ്കിൽ ഫലിക്കാതെ വരും. കടിയേറ്റവർക്ക് മറ്റു ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഫലിച്ചെന്ന് വരില്ല. വൃക്ക, കരൾ, മറ്റു രോഗങ്ങളുള്ളവർ തുടങ്ങിയവർക്കൊക്കെ സങ്കീർണതകൾ ഉണ്ടാകാനും പ്രതിവിഷം ഫലിക്കാതെ വരാനുള്ള സാധ്യതയേറെയാണ്. പാമ്പിന്റെ വിഷം നാഡീ ഞരമ്പുകളെ ബാധിച്ച ശേഷം പ്രതിവിഷം നൽകിയാലും രക്ഷപ്പെടണമെന്നില്ല. ശ്വാസതടസ്സവും ശ്വസന സ്തംഭനവും ഉണ്ടാകും. അതുവഴി മരണവും. വൈകി പ്രതിവിഷം നൽകിയാൽ വൃക്കകളെയും രക്തം കട്ടപിടിക്കുന്ന പ്രക്രിയയും ബാധിച്ച് പ്രതിവിഷം ഫലപ്രദമാകാതെ വരും. മൂർഖന്റെ കടിയേറ്റ് കുട്ടനാട് വൈശ്യം ഭാഗം പുതുവന വീട്ടിൽ ഇന്ദിരയ്ക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രതിവിഷം നൽകിയെങ്കിലും മരിക്കുകയായിരുന്നു. കടിയേറ്റ് 15 മിനിറ്റിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചെന്ന് പറയുമ്പോഴാണിത്.
പാമ്പ് കടിയേറ്റ ആളുടെ അമിത ഭയം മൂലമുള്ള ഹൃദയാഘാതവും ഈ മരണത്തിന് കാരണമാകാം. നിലവിൽ ഭൂരിഭാഗം സർക്കാർ ആശുപത്രികളിലെയും അത്യാഹിത വിഭാഗം അമിത തിരക്കിൽ ശ്വാസം മുട്ടുന്ന അവസ്ഥയാണ്. അടിയന്തര ചികിത്സ ആവശ്യമല്ലാത്ത ഒട്ടേറെ രോഗികൾ എത്തുന്നതാണ് കാരണം. ഒരു ഡോക്ടർ മാത്രമുള്ളപ്പോൾ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് അർഹമായ ശ്രദ്ധ നൽകുവാൻ കഴിയാതെ വരും. നൂറുകണക്കിന് രോഗികളെ ഒരേ സമയം പരിശോധിക്കുന്നതിനിടയിൽ പാമ്പ് കടിയേറ്റ ആൾക്ക് പ്രതിവിഷം നൽകിയാലും നിശ്ചിത സമയത്തേക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കാനാകാറില്ല. വെന്റിലേറ്റർ സൗകര്യമുള്ള ICU, കൃത്യമായ നിരീക്ഷണമോ സംവിധാനമോ ഇല്ലെങ്കിലും പാമ്പ് കടിയേറ്റയാളുടെ സ്ഥിതി മോശമാവുകയോ മരണപ്പെടുകയോ ചെയ്യാം. പാമ്പ് കടിയേറ്റയാൾക്ക് പ്രതിവിഷം നൽകുന്ന സമയത്ത് മാരകമായ അനാഫൈലൈസിസ് എന്ന തീവ്ര അലർജി പ്രവർത്തനമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത്തരമൊരു അടിയന്തര ഘട്ടത്തിൽ രോഗിയെ നിരന്തരം നിരീക്ഷിക്കുവാനും അലർജി മൂലമുണ്ടാകുന്ന ശ്വാസ തടസ്സമോ ഹൃദയസ്തംഭനമോ കൈകാര്യം ചെയ്യാനും വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള ജീവരക്ഷാ ഉപകരണങ്ങൾ ലഭ്യമാക്കണം. ആലപ്പുഴ ജില്ലയിലെ 11 സർക്കാർ ആശുപത്രികളിൽ പ്രതിവിഷം ലഭ്യമാണെങ്കിലും മെഡിക്കൽ കോളേജ് ആശുപത്രി, ജനറൽ ആശുപത്രി, മാവേലിക്കര, ചെങ്ങന്നൂർ ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യമുള്ളത്. ഇതിനിടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി പാമ്പ് കടിയേറ്റ വാർത്തകൾ വരുന്നുണ്ട്. പാലക്കാട് കോരഞ്ചിറയിൽ അങ്കനവാടി ടീച്ചർക്ക് പാമ്പ് കടിയേറ്റു. വിശാലയ്ക്കാണ് പാമ്പ് കടിയേറ്റത്. അങ്കനവാടി പരിസരം വൃത്തിയാക്കുന്നതിനിടെയാണ് കടിയേറ്റത്. കൂടാതെ ഈ വിശാലയെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ വിശാലയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല. കായംകുളത്ത് 15 വയസ്സുകാരി കഴിഞ്ഞ ദിവസം പാമ്പ് കടിച്ചിരുന്നു. കായംകുളം എരുവ സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി പാമ്പ് കടിയേറ്റത്. ഉടൻ കായംകുളം ആശുപത്രിയിൽ എത്തിച്ച് ആന്റിവനം 5 ഡോസ് കൊടുത്തതിനു ശേഷം നൂറനാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുട്ടി അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിക്കുന്നുണ്ട്. അതേസമയം കാഞ്ഞൂരിൽ തലനാരിഴയ്ക്ക് പെൺകുട്ടി പാമ്പ് കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. ചെടി നനയ്ക്കുമ്പോൾ ചെടിച്ചട്ടിയിൽ നിന്ന് പാമ്പ് പുറത്തു വരികയായിരുന്നു. പെൺകുട്ടി കുതറിമാറി രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഈ സംഭവം. കൊല്ലത്ത് സ്വകാര്യ ആശുപത്രിയിൽ പാമ്പിനെ കണ്ടെത്തി. പാമ്പ് കടിച്ചെന്ന സംശയത്തിൽ രോഗിയുടെ കൂട്ടിരിപ്പുകാരി ചികിത്സ തേടിയിട്ടുണ്ട്. കൊല്ലം സ്വദേശിനി ഷൗണിയാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ശരീരത്തിൽ ഒരു തടിപ്പുണ്ട്. 24 മണിക്കൂർ നിരീക്ഷണത്തിൽ തുടരുവാനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. കൊല്ലത്തൊരാൾക്ക് പാമ്പ് കടിയേറ്റു. കടിയേറ്റത് പരിസരം വൃത്തിയാക്കുന്നതിനിടെയാണ്. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ചെറായിൽ വിനോദസഞ്ചാരിക്ക് പാമ്പ് കടിയേറ്റു. കോയമ്പത്തൂർ സ്വദേശി ഷർമിള ചികിത്സയിലാണ്. അങ്കമാലിയിൽ ട്രാൻസ്ഫോമറിനുള്ളിൽ കയറിയ മലമ്പാമ്പിനെ പിടികൂടി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയായിരുന്നു ഈ ഒരു സംഭവം. അങ്കമാലി കരിയാമ്പറമ്പ് മാഞ്ഞലിത്തോടിന് സമീപത്തെ ട്രാൻസ്ഫോമറിലാണ് പാമ്പ് കയറിയത്. തോട്ടിലൂടെ എത്തിയ പാമ്പ് ട്രാൻസ്ഫോമറിൽ കയറുന്നത് കണ്ട പ്രദേശവാസികൾ വനം വകുപ്പിനെ വിവരമറിയിച്ചു. പിന്നീട് KSB ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ഓഫ് ചെയ്യുകയായിരുന്നു. മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് വനം വകുപ്പ് മലമ്പാമ്പിനെ പിടികൂടിയത്. ട്രാൻസ്ഫോമറിനുള്ളിൽ നിന്ന് പാമ്പിനെ ആദ്യം താഴെ ഇറക്കി, പിന്നീട് നിലത്തുനിന്ന് ചാക്കിലേക്ക് കയറ്റുകയായിരുന്നു. വനമേഖലയിൽ നിന്ന് തോട് വഴി വന്നതാകാമെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്.